إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ് അത് ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കുക, പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ആ ഒരു ബോധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സന്ദർഭങ്ങൾ, ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ അത് മനസ്സിലാക്കുകയും അത് ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു തആല എന്ന് പറഞ്ഞ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അത്തരം ഒരു ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു തആല പറയാണ്, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സീഹാ ലക്കും. യാ ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ ദാസന്മാരെ, ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സീഹാ ലക്കും, തീർച്ചയായും നിങ്ങളുടെ കർമ്മങ്ങൾ അവ ഞാൻ നിങ്ങൾക്കായി എണ്ണിക്ലിപ്തപ്പെടുത്തുന്നതാണ്. സുമ്മ ഉവഫീകും ഇയ്യാഹ,
പിന്നീട് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായി നൽകുന്നതാണ്. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. ആർക്കെങ്കിലും നന്മ ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ, ആർക്കെങ്കിലും നന്മ ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാൽ അതിന് അവന് ലഭിച്ച തൗഫീഖിന് അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. ഒരാൾ നന്മ ചെയ്യുന്നു, ആ നന്മ ചെയ്യാൻ അയാൾക്ക് തൗഫീഖ് ലഭിച്ചു എന്ന കാരണത്താൽ അല്ലാഹുവിനെ അവൻ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. ആരെങ്കിലും നന്മ ചെയ്യാനുള്ള അവസരം പാഴാക്കിയാൽ, അവസരം നഷ്ടപ്പെടുത്തിയാൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ സ്വന്തത്തെയല്ലാതെ മറ്റാരെയും പഴിക്കേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. ഇഫ്ആലുൽ ഖൈറ ദഹ്റകും, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലം അത്രയും നിങ്ങൾ നന്മ ചെയ്തോ. വതഅറദൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കരുണക്ക്, അല്ലാഹുവിൻ്റെ കരുണയോടെയുള്ള തലോടലുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മതിഹി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക്, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ടവൻ തലോടുന്നതാണ്. അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അല്ലാഹുവിനോട് നിങ്ങൾ അപേക്ഷിക്കുക. അയ്യസ്തുറ ഔറാത്തക്കും, നിങ്ങളുടെ കുറവുകൾ മറച്ചുവെക്കാൻ, നിങ്ങളുടെ കുറവുകൾ മറച്ചുവെക്കാൻ. മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് പല കുറവുകളുമുണ്ട്. ആ കുറവുകൾ മറ്റുള്ള ആളുകൾ അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മാന്യന്മാരായി സമൂഹത്തിൽ നടക്കുന്നത്, ജീവിക്കുന്നത്. ആ കുറവുകൾ മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വഷളന്മാരായി തിന്മ ചെയ്യുന്നവരായി, മോശപ്പെട്ടവരായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ കുറവുകൾ മറക്കപ്പെടാൻ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചോളൂ. വയു അമ്മിന റൗആതകും, നിങ്ങളുടെ ഭയപ്പാടുകളിൽ നിന്ന് നിർഭയത്വം ലഭിക്കാനും നിങ്ങൾ എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ഈ രൂപത്തിലാവണം നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് അല്ലാഹു തആല, ഈ രൂപത്തിലാവണം നമ്മൾ അല്ലാഹുവിൻ്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം വർഷിക്കുന്ന സമയം. അല്ലാഹു തആല കാരുണ്യം വർഷിക്കുന്നു പറഞ്ഞല്ലോ. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളുടെ മേൽ അല്ലാഹു തആല കാരുണ്യം വർഷിക്കും. ഇത് രണ്ടും ഒന്നായാൽ അതിലൂടെ അല്ലാഹു തആല വലിയ പ്രതിഫലം, നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്ത പ്രതിഫലം നമുക്ക് നൽകും. മഹാസൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള ഓരോ അവസരങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകൾ അധികരിപ്പിച്ചത് അത്തരം ഒരു രീതിയുടെ അടിസ്ഥാനത്തിലാണ്. അത്തരം രീതിയായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഉസാമ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് ലിമാ അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. റസൂലേ, ശഅബാൻ മാസത്തിൽ നോമ്പ് എടുക്കുന്നത് പോലെ, ശഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. എന്തിനാണ് ശഅബാൻ ഇത്ര പ്രത്യേകത? എന്തിനാണ് ശഅബാനിൽ ഇത്രയധികം നോമ്പുകൾ നോൽക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരണം അദ്ദേഹം പറയുകയാണ്, ذَلِكَ شَهْرٌ يَغْفُلُ النَّاسُ عَنْهُ بَيْنَ رَجَبٍ وَرَمَضَانٍ. റജബിനും റമദാനിനുമിടയിൽ, റജബ് പുണ്യകരമായ മാസമാണ്, പവിത്രമായ മാസമാണ്. റമദാനും ജനങ്ങൾ വില കൽപ്പിക്കുന്ന മാസമാണ്, നിർബന്ധ നോമ്പുള്ള മാസമാണ്. ആ റജബിനും റമദാനിനുമിടയിൽ
ആളുകൾ അശ്രദ്ധമായി വിടുന്ന ഒരു മാസമാണത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത്തെ കാരണം ദാലിക ശഹ്റുൻ യഗ്ഫുറുൻ നാസു അൻ എന്നാണ്. ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയമാണ്, അശ്രദ്ധമായിരിക്കുന്ന മാസമാണ്. എന്താണ് ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന മാസം? ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയാണ്, വഫീഹി ദലീലുൻ അലാ ഇസ്തിഹ്ബാബി അമാറത്തി ഔഖാത്തി ഗഫ്ലത്തിൻ നാസി ബിദ്ദുആ. ജനങ്ങൾ അശ്രദ്ധരാകുന്ന സമയങ്ങളെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്നത് പുണ്യകരമാണെന്ന് ഈ ഹദീസിലുണ്ട്. വഅന്ന ദാലിക മഹ്ബൂബുൻ ലില്ലാഹി അസ്സ വജൽ. അത്തരം പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണെന്നും ഈ ഹദീസിൽ തെളിവുണ്ട്. ജനങ്ങൾ അശ്രദ്ധരാകുന്ന സമയങ്ങൾ തിരഞ്ഞെടുത്ത് അത് അല്ലാഹുവിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? ജനങ്ങൾ അശ്രദ്ധരാകുന്ന സമയങ്ങളിൽ ആരാധനകളിൽ മുഴുകുന്നതിൻ്റെ നേട്ടങ്ങൾ എന്താണ്? ഒന്ന്, ആ സമയത്ത് ആരും ചെയ്യാത്തൊരു സംഗതി ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥതയുണ്ടാകും. അല്ലേ? ആത്മാർത്ഥതയുണ്ടാകും. ആരും കാണാനില്ലാത്ത ആരും ശ്രദ്ധിക്കാനില്ലാത്ത നേരത്തെ ചെയ്യുന്ന ഇബാദത്തുകളിൽ റിയാ ഉണ്ടാവുകയില്ല, ലോകമാന്യത ഉണ്ടാവുകയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഒരു സമയത്ത് നല്ല മനസ്സാന്നിധ്യം ഉണ്ടാകണം. അല്ലേ? എന്നാലേ ആ പ്രവർത്തനം ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരും ഭക്ഷണവും വെള്ളവും കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്ത് നമ്മൾ നോമ്പനുഷ്ഠിക്കണമെങ്കിൽ നമുക്കതിനു മാത്രം ഈമാൻ ഉണ്ടാകണം, മനസ്സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ മനസ്സാന്നിധ്യത്തോടുകൂടി നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് പ്രത്യേകമായി അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്നാണ്, ഇരട്ടി പ്രതിഫലം നൽകുമെന്നാണ്. മറ്റുള്ളവർ വിനോദങ്ങളിലാണ്, മറ്റുള്ളവർ ഭൗതിക വ്യവഹാരങ്ങളിലാണ്. ആ സമയത്ത് നന്മയിൽ ഉറച്ചു നിൽക്കുന്നത് വലിയ മാനസിക കരുത്തുള്ള കാര്യമാണ്. സമൂഹത്തിലെ ഭൂരിപക്ഷം അശ്രദ്ധരായി കഴിയുന്ന സമയത്ത് ആരാധനയിൽ മുഴുകുന്ന ആളുകൾക്ക് മാതൃകയാക്കാൻ ആരുമില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാവില്ല. ആ സാമൂഹികാവസ്ഥ എന്ത് ചെയ്യും? അവന് ചുറ്റും പ്രയാസകരമായി തോന്നും. ആ സമയത്ത് അവൻ അമല് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന മിൻ വറായിക്കും അയ്യാമ സുബർ. നിങ്ങൾക്ക് ശേഷം സുബറിൻ്റെ ദിവസങ്ങൾ വരും, ക്ഷമയുടെ ദിവസങ്ങൾ വരും. ക്ഷമിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ദിവസങ്ങൾ വരും. ലിമുതമസ്സികി ഫീഹിന്ന യൗമഇദിൻ ബിമാ അൻതും അലൈഹി. അന്ന് ഒരാൾ നിങ്ങൾ ഈ ജീവിക്കുന്ന പാതയിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, സ്വഹാബികളുടെ പാതയിൽ അന്നൊരാൾ ജീവിക്കുകയാണെങ്കിൽ, അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, അജ്റു 50 മിൻകും. നിങ്ങളിൽ 50 പേർക്ക് ലഭിക്കുന്ന പ്രതിഫലം അന്നൊരാൾക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അവർ ആശ്ചര്യപൂർവ്വം റസൂലിനോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ് അവ മിൻഹും. അവരിലുള്ള 50 ആളുകളുടെ പ്രതിഫലമാണോ ഒരാൾക്ക് ലഭിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരിലുള്ള 50 ആളുകളുടെ പ്രതിഫലമില്ല ലഭിക്കുക. ബൽ മിൻകും. നിങ്ങളിലെ 50 പേരുടെ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക. അതിൻ്റെ കാരണം റസൂല് പറഞ്ഞത്, ഇന്നകും തജിദൂന അലൽ ഖൈരി അവാന വലാ യജിദൂന അലൽ ഖൈരി അവാന. കാരണം അവർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സഹായികളുണ്ട്,
എന്നാൽ അവർക്ക് നന്മ ചെയ്യാൻ സഹായികൾ ഉണ്ടാവുകയില്ല. മറ്റുള്ള ആളുകളൊക്കെ അവരുടെ പ്രവർത്തനങ്ങളായിരിക്കും, അവരുടെ കാര്യങ്ങളിലായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യമുണ്ട്, നന്മ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, എന്നാൽ അവർക്കത് അന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് അൽ-ഇബാദത്തു ഫിൽ ഹർജ് കഹിജ്റത്തിൻ ഇലൈ, കലാപങ്ങളും കൊലപാതകങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകുന്ന അവസ്ഥയിൽ, അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയിൽ, അശാന്തിയുള്ള അവസ്ഥയിൽ, അശ്രദ്ധയുള്ള അവസ്ഥയിൽ അന്നുള്ള ആരാധന മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നത് പോലെയാണ്. ആ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, അത് സമൂഹത്തിനുള്ള കാവലാണ്. നന്മ ചെയ്യുന്ന ആളുകൾ, സമൂഹം തിന്മയാണ്, സമൂഹത്തിൽ തിന്മ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരു വിഭാഗം ആളുകൾ നന്മയിലാണ്, അത് എല്ലാവരെയും രക്ഷപ്പെടുത്തുമെന്നാണ്. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. നാട്ടുകാർ നന്മ ചെയ്യുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവ് അന്യായമായി ആ രാജ്യങ്ങളെ നശിപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം. അപ്പോ എല്ലാ ആളുകളും അശ്രദ്ധയിലായിരിക്കെ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്ത് വലിയ പ്രതിഫലം എന്തുണ്ട്, അതിനുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഉദാഹരണങ്ങൾ? ശഅബാൻ മാസത്തിൽ കൂടുതലായി നോമ്പനുഷ്ഠിക്കുക. ശഅബാൻ മാസത്തിൽ മിക്ക ആളുകളും, ഭൂരിഭാഗം ആളുകളും നോമ്പനുഷ്ഠിക്കൂല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ശഅബാൻ മാസത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പെടുക്കുക. ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം, തഹജ്ജുദ് നമസ്കരിക്കുക. 1, 2, 1, 3, 5, 7, 9, 11 റക്അത്തുകൾ, നമുക്ക് സാധിക്കുന്ന റക്അത്തുകൾ ദിവസവും നമസ്കരിക്കുക. വലിയ പ്രതിഫലമാണ് അല്ലേ? പറയാനും എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. പക്ഷെ ചെയ്യാൻ പ്രയാസമാണെങ്കിലും വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്ന കാര്യമാണ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമാ, സുജൂദ് ചെയ്തുകൊണ്ട്, നിന്നുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം ചെയ്യുന്നവൻ. യഹ്ദറുൽ ആഖിറത വയർജൂന റഹ്മത റബ്ബിഹി, അവൻ പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുന്നു. അവന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് രക്ഷിതാവിന്റെ കാരുണ്യം അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവനാണോ ഉത്തമൻ? അതല്ല, സത്യനിഷേധിയാണോ ഉത്തമൻ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാൻ മാത്രമാണ്, അവർ മാത്രമാണ് ആലോചിച്ച് മനസ്സിലാക്കുക. അവസരങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ബുദ്ധിയുള്ള ആളുകളാണ് അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുക? ആലോചിച്ച് മനസ്സിലാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഖറബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന യാമങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസനോട് ഏറ്റവും അടുക്കുന്നത് എന്നാണ്. ഫനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക അസ്സഅ ഫകുൻ, അതുകൊണ്ട് ആ സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കുന്നവരിൽ ഒരാളാകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അത് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം നടത്തുന്നവരാണ്. ഈ രൂപത്തിൽ ഈ ശഅബാൻ മാസത്തിൽ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട്,
അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വതകകൾ ചെയ്തുകൊണ്ട്, ദുആദിക്റുകൾ നടത്തിക്കൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, തിന്മകളിൽ നിന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയങ്ങളിൽ നാം ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ നേട്ടങ്ങളും പ്രാധാന്യവുമാണ് പറഞ്ഞത്. ഷാബാൻ മാസത്തിലെ ദിനങ്ങളിലാണ് നാം സ്വാഭാവികമായും തൊട്ടടുത്ത മാസം പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ ഒക്കെ ആരംഭിക്കേണ്ട മാസം കൂടിയാണ് ഷാബാൻ. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടുക എന്നുള്ളതാണ്. പല കാരണങ്ങളും, രോഗം അല്ലെങ്കിൽ യാത്ര, പ്രസവം, ഗർഭം തുടങ്ങി ശർഈയായ കാരണങ്ങളാൽ കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാകും. നോറ്റുവീട്ടാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ അതിന് സന്നദ്ധമാകേണ്ട ദിനങ്ങളാണ് ഷാബാൻ മാസം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന യകൂനു അലയ്യ സൗമു മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ അഖ്ദിയ ഇല്ലാ ഫി ഷാബാൻ. റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഷാബാനിലാണ് എനിക്ക് നോറ്റുവീട്ടാൻ കഴിഞ്ഞിരുന്നത് എന്ന് മഹ്ദി റളിയല്ലാഹു അൻഹ പറയാം. അതുകൊണ്ട് തന്നെ അടുത്ത റമദാനിന് മുമ്പായി എന്ത് ചെയ്യണം? അത് നോറ്റുവീട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണമില്ലാതെ പിന്തിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് പ്രായമാണ്, അയാൾക്ക് നിത്യരോഗമാണ്, ആരോഗ്യപരമായി അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കില്ല എങ്കിൽ ഇനി നോമ്പെടുക്കാൻ സാധിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുമില്ല. ഇത്തരത്തിലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ആ ആളുകൾ നഷ്ടപ്പെട്ട ഓരോ നോമ്പിനും പകരമായി ഫിദിയ നൽകണം. എന്താണ് ഫിദിയ? ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകണം എന്നാണ്. മഹാനായ ഇബ്നു മാലിക് റഹിമഹുല്ലാ, അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ, അദ്ദേഹം റമദാനിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ പ്രായം വളരെ ക്ഷീണിതനായിട്ടുള്ള അദ്ദേഹം റമദാനിൻ്റെ അവസാനത്തിൽ തന്നെ 30 ദിവസത്തിനുള്ള ഭക്ഷണം പാകം ചെയ്ത് പാവപ്പെട്ടവരെ ക്ഷണിച്ചെന്ത് ചെയ്യും? അവരെ ഭക്ഷിപ്പിക്കും. ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം എന്നുള്ള നിലക്കാണ് ഫിദിയ കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാനും, വീട്ടേണ്ട കടമകൾ കൃത്യമായി വീട്ടാനും, ബാധ്യതകൾ എല്ലാം കൃത്യമായി നിർവഹിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم انصر المسلمين في كل مكان
اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.